വെൽക്കം ബാക്ക്. ഒരുപാട് നാളായത് ഇപ്പൊ 2025 കഴിഞ്ഞിട്ട് ഇന്ന് ഫെബ്രുവരി 23-ാം തീയതിയായി. അപ്പൊ ഇത്ര നാളായിട്ട് നമ്മൾ വ്ളോഗൊന്നും ചെയ്യണ്ടായിരുന്നില്ല. അപ്പൊ വേറെ ഒന്നുമില്ല, ചുമയും കാര്യങ്ങളൊക്കെ പിടിച്ച്. അപ്പൊ കഥ പറയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട്, ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. അതാണ്. അപ്പൊ അതെ ജോർജ് ഒരുപാട് നാൾ അന്ന് ജോയലും ജോർജും ഞാനും പിഴലല്ല ലാസ്റ്റ് പോയത്, പിഴലല്ല കടമക്കുടി വ്ളോഗ് എടുത്ത് പിരിഞ്ഞാണ്. മറ്റേ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ ആയിട്ട് അടിച്ച് പൊളിക്കരുത്. അപ്പൊ അത് കഴിഞ്ഞ് ഒരു വ്ളോഗ് ഇന്ന് ഫെബ്രുവരി രാത്രി 9:15 മീറ്റ് ചെയ്യാൻ പറ്റിയത് ഇപ്പോഴാണ്. കാരണം അതേപോലെ ഇതായിരുന്നു, അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സീസണാണല്ലോ നമ്മുടെ ഇവിടെ, ചുമയുടെ സീസണാണ് കൊച്ചിയില്. ചുമയുടെ സീസണാണ്. ചുമ, തൊണ്ടവേന, പല്ലുവേന. മരങ്ങൾക്കും മെട്രോപില്ലറിനും മാത്രമേ ഉള്ളൂ ഇപ്പൊ ചുമയില്ലാത്തത് കൊച്ചിയിൽ. ബാക്കി എല്ലാവർക്കും ചുമയാണ്. മാത്രമല്ല അതിന്റെ പുറകെ തന്നെ ജോർജിന്റെ പല്ല് അതൊക്കെ പോയി കിടക്കാണ്. ചവയ്ക്കുന്ന വീഡിയോയും കടിച്ചു പറിക്കുന്ന വീഡിയോകളൊന്നും ഉണ്ടാവില്ല. പല്ല് പോയി കണ്ടുമടുത്തവർക്ക് ഇതൊരു ആശ്വാസമായിരിക്കും. ഫുഡ് കഴിക്കുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും. അതെ വ്ളോഗിന് വേണ്ടി ഇറങ്ങിയതാണ്. അപ്പൊ എന്താ പരിപാടി ചോർന്ന് എന്താണ് അപ്പൊ അടുത്ത പരിപാടി? കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് നമ്മള് മറ്റേ വൈറ്റ്ല മെട്രോ സ്റ്റേഷനിൽ തുടങ്ങിയ പുതിയ പ്രീമിയം ബെവറേജ് അതിന്റെ ഔട്ട്ലെറ്റ് പിടിക്കാന്നായിരുന്ന പരിപാടി പ്ലാൻ ചെയ്തു. പക്ഷെ നടന്നില്ല. 9 മണിക്ക് പൂട്ടിപ്പോയി. പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മള് വെറുതെ വണ്ടി ഓടിച്ച് പോകുന്നു. കൊച്ചി സീറ്റിലൂടെ ഒന്ന് ഫോട്ടോ വെച്ച് നീച്ചോടെയും പോകുന്നു, ടച്ച് ചെയ്ത് തിരിച്ചു. മെട്രോ സ്റ്റേഷന്റെ അകത്ത് ആദ്യമായിട്ട് തന്നെ കേരളത്തിൽ ആദ്യമായിട്ട് തന്നെ ഒരു ബെവറേജ് ഔട്ട്ലെറ്റ് ആണ്. അതും സൂപ്പർ പ്രീമിയം ആണ്. പ്രീമിയം എന്ന് പറയണം, സൂപ്പർ പ്രീമിയം എന്ന് പറയണം. എന്താ ചെയ്യുന്നതാവോ? കേന്ദ്ര സർക്കാരും ബെവ്കോം കൂടി ചേർന്നിട്ട് ഒരു പ്രീമിയം ഔട്ട്ലെറ്റ് പലയിടത്തേക്കാണ് നമ്മുടെ സർക്കാരിന്റെ സ്വന്തം മിന്നൽ ബ്രാൻഡ് ഇടിക്കാൻ പുതിയ സാധനം ഇറങ്ങിയിട്ടുണ്ട്, മിന്നൽ ഗൈസ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ അതിന്റെ ചെറിയ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാന്നുള്ള പരിപാടിയിൽ ഇറങ്ങിയതാണ്. നടന്നില്ല, ലേറ്റായി പോയി. യെസ്. അപ്പോ ഇപ്പൊ വണ്ടി എടുത്തുകൊണ്ട് എങ്ങാടുന്ന് ഒന്നും അറിയില്ല, നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എന്താണിപ്പോ ഫോട്ടോജി വേറെ നമ്മുടെ ടിപ്പിക്കൽ കൊച്ചിക്കാരുടെ സാധനം. പറഞ്ഞ വണ്ടി എടുക്കുന്നു, ഫോട്ടോജി ബീച്ചിൽ പോകുന്നു, കാറ്റുള്ളൊന്ന് തിരിച്ചിടുന്നു. നൈസാണ്, നൈസ്. വേറെ പിന്നെ പഴയ പാട്ടൊക്കെ കേട്ടിരിക്കുന്നത് കണ്ട, ഇതൊക്കെ ഇങ്ങനെ കേട്ടിരിക്കണം. ഇതാണ് പരിപാടി. നല്ല പാട്ട് കേൾക്കുക, ഡ്രൈവ് ചെയ്യുക, നൈറ്റ് ഡ്രൈവ്, നല്ല നല്ല പാട്ടുകൾ, പോണ വഴി നല്ല ചായ ഒക്കെ കഴിച്ച് ഇങ്ങനെ പോവാ. ഇതൊക്കെയാണ് പരിപാടി. അപ്പൊ ജോർജ് നമ്മുടെ പൂച്ചസാർ എല്ലാരും അറിഞ്ഞെന്ന് വിചാരിക്കുന്നു. പൂച്ചസാർ എസ്കേപ്പായി, പൂച്ചനെ രക്ഷിച്ചു. അതെ, നമ്മുടെ കൊച്ചിക്കാര് വളരെ നല്ല മനസ്സിന് ഉടമകളാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. കൊച്ചിക്കാരെന്നല്ല, നമ്മൾ മലയാളികൾ പൊതുവെ മനസ്സിന് നല്ല ഉടമകളാണെന്നുള്ളതിന്റെ തെളിവാണ് ആ സംഭവം. അടിപൊളിയായിരുന്നു. എന്താണെങ്കിലും മെട്രോ എത്രയോ 10-14 മണിക്കൂറായിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് പൂച്ചനെ രക്ഷിക്കാൻ വേണ്ടി. അതെ, ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസ് ആയിരുന്നു. ഞങ്ങളൊക്കെ ഭയങ്കര എൻജോയ് ചെയ്തായിരുന്നു സംഭവം. അവിടെ നേരിട്ട് പോയി അത് വ്ളോഗ് ചെയ്യണമെന്നൊക്കെ ഉണ്ടായി, പക്ഷെ നടന്നില്ല ഡ്യൂ ടു ഇൽനെസ്. പലരും പല സ്ഥലത്തായിരുന്നു. ഞാൻ വേറെ സ്ഥലത്ത്, ജോർജ് ഒരു സ്ഥലത്ത്. അപ്പൊ അതൊക്കെ മിസ്സായി പോയി. ഇല്ലെങ്കിൽ പൂച്ചയുടെ ആ ഒരു പൂച്ച സാറിനും പിന്നെ നമ്മുടെ ഫയർഫോഴ്സിനും പിന്നെ നമ്മുടെ പ്രിയ നാട്ടുകാർക്കും പിന്നെ കൊച്ചി മെട്രോയും ഹാറ്റ്സ് ഓഫ്. അതെ. അപ്പോ അതൊരു കഥയായിരുന്നു. അപ്പോ യെസ്, ചെല്ലട്ടെ കേസ്. അപ്പൊ എന്താണെന്നുള്ളത് വീഡിയോയില് ഇന്നത്തെ വ്ളോഗിലുണ്ടാവും, ഇന്നത്തെ പരിപാടി കാര്യങ്ങളൊക്കെ. ഓക്കെ, ബൈ. യെസ് ജോർജ്, അപ്പൊ എന്താ പരിപാടി? ഈ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോസിയിലോട്ട് പോണ വഴി പനമ്പള്ളി നഗർ, നമ്മുടെ സ്വന്തം എറണാകുളംകാരുടെ രോമാഞ്ചമായ പനമ്പള്ളി നഗറിൽ കുറച്ചധികം നാളായി ഒരു നോർത്ത് ഇന്ത്യൻസിന്റെ ഒരു ഷോപ്പ് വന്നിട്ടുണ്ട്. അവിടെ അത്യാവശ്യം നല്ല പാനിപൂരിയും ചാട്ടും
ലസ്സിയൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിതുവരെ പോകാൻ പറ്റിയിട്ടില്ല. ഇപ്പം ഞാനും ശരണം കൂടി ഒന്ന് പോയി ട്രൈ അടിക്കാമെന്ന് വിചാരിച്ചാണ്. എൻ്റെ പേര് തൊട്ട് ഹീലിനിയോ അങ്ങനെ എന്തോ ആണ്, പേര് കൃത്യമായിട്ട് എനിക്കറിയില്ല. സോറി, അറിയാവുന്നൊരു കമൻറ്റ് കിട്ടും. അപ്പോൾ അവിടെ പോകുന്നു ഗൈസ്, ലസ്സി അടിക്കുന്നു, പാനിപ്പൂരി അടിക്കുന്നു, ദെൻ ടു ഫോർട്ട് കൊച്ചി. ഓക്കെ. അപ്പോൾ ഗൈസ് പനമ്പള്ളി നഗറിൽ പാനിപ്പുരിയും ലസ്സിയൊക്കെ കഴിച്ച് ഇതേപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ ഒരു സ്ഥലത്ത് വന്നിരിക്കുന്നു. ഏതാണെന്ന് എനിക്കറിയില്ല സ്ഥലത്തിന്റെ പേര്. ലൈറ്റ് ഹൗസ് ബ്രിസ്റ്റോ ബാർലോ ക്രിസ്റ്റോ ബാർലോ. കൂട്ടാറായി നമ്മുടെ കമ്പനി പുറത്ത് ചെറിയൊരു കുറച്ച് എക്സ്റ്റൻഷൻ. അതെ അതെ, ആരുമില്ല, നിങ്ങളെ കണ്ടില്ലേ, കസേരയൊക്കെ മടക്കി. പിന്നെ പറഞ്ഞ പോലെ കടപൂട്ടാറായി. എന്നാലും ഇതൊരു മനുഷ്യ സ്നേഹത്തിന്റെ പുറത്ത് ഇതാണ് മൂട്. അപ്പോൾ ഇതാണ് വ്ളോഗ്. ഇതൊരു ചെറിയൊരു കുട്ടി വ്ളോഗാണിത്. പരിപാടി കഴിഞ്ഞ് ഇതേ ഫോർട്ട് കൊച്ചിയിൽ ബൂസ്റ്റും കഴിച്ചുകൊണ്ടിരിക്കുന്നു. കുറേ വ്ളോഗ് ചെയ്തിട്ട് വ്ളോഗ് ചെയ്യാനുള്ള വലിയ കാര്യമായിട്ടുള്ള ഒരു കണ്ടന്റ് ഒന്നും കിട്ടിയില്ല. ജസ്റ്റ് ഒരു ഡ്രൈവ് അടിച്ച് ഇപ്പോൾ ബൂസ്റ്റ് അടിക്കണം. ഇവിടെ അവസാനിപ്പിക്കണം. പക്ഷേ കൂടുതൽ സംഭവങ്ങളായിട്ട് വരുന്നതായിരിക്കും. സംഭവങ്ങളായിട്ട് വരുന്നതായിരിക്കും. അതെ അതെ അതെ. ഓക്കെ.